നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രീ പ്രൈമറി ടീച്ചറുടെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു 3-4 ക്ലാസ് ചെയ്തിട്ടുണ്ട്, ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒന്നും കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ പ്ലേലിസ്റ്റിലൊന്ന് കയറി നോക്കാം കേട്ടോ. അപ്പോൾ അത് വളരെ ഉപകാരപ്രദമായ ചോദ്യങ്ങളാണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസത്തിൽ സംവാദം എന്ന ആശയം കൊണ്ട് വന്നതാര്? വിദ്യാഭ്യാസത്തിൽ സംവാദം എന്ന ആശയം കൊണ്ടുവന്നത് ആരാണെന്ന്? ആരാണ് വിദ്യാഭ്യാസത്തിൽ സംവാദം എന്ന ആശയം കൊണ്ടുവന്നത്? പൗലോ ഫ്രയർ. ആരാണ്? പൗലോ ഫ്രയർ. അടുത്ത ക്വസ്റ്റ്യൻ, മോണ്ടിസോറി സ്കൂളുകളുടെ പേര്. മോണ്ടിസോറി സ്കൂളുകളുടെ പേരാണ് ചിൽഡ്രൻസ് ഹൗസ്. ചിൽഡ്രൻസ് ഹൗസ്. അടുത്ത ക്വസ്റ്റ്യൻ, ശാന്തിനികേതൻ സ്ഥാപിച്ചത് ആരാണ്? ശാന്തിനികേതൻ സ്ഥാപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസം സമ്പൂർണതയുടെ ആവിഷ്കാരം എന്ന് പറഞ്ഞത് ആരാണ്? വിദ്യാഭ്യാസം സമ്പൂർണതയുടെ ആവിഷ്കാരം എന്ന് പറഞ്ഞത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. ആരാണ്? സ്വാമി വിവേകാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ, രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച വർഷം. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച വർഷം 1897 മെയ് 1 എന്നാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. 1897 മെയ് 1. അടുത്ത ക്വസ്റ്റ്യൻ, വർദ്ധ വിദ്യാഭ്യാസ പദ്ധതിക്ക് രൂപം നൽകിയത് ആരാണ്? വർദ്ധ വിദ്യാഭ്യാസ പദ്ധതിക്ക് രൂപം നൽകിയത് ഗാന്ധിജിയാണ്. ആരാണ്? വർദ്ധ വിദ്യാഭ്യാസ പദ്ധതി ഗാന്ധിജി. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാമ ബാല വിദ്യാ കേന്ദ്രം സ്ഥാപിച്ചത് ആരാണ്? ബാല ഗ്രാമ വിദ്യാ കേന്ദ്രം സ്ഥാപിച്ചത് താരാബായ് മോദക്. ആരാണ്? താരാബായ് മോദക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ നഴ്സറി വിദ്യാഭ്യാസം ആദ്യമായി കൊണ്ടുവന്നത് ആരാണ്? ഇന്ത്യയിൽ നഴ്സറി വിദ്യാഭ്യാസം ആദ്യമായി കൊണ്ടുവന്നത് ആരാണ്? മിഷണറിമാർ. ആരാണ്? മിഷണറിമാർ. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക നഴ്സറി സ്കൂളിന്റെ പ്രാഗ് രൂപമാണ് ഡാഷ്. ആധുനിക നഴ്സറി സ്കൂളിന്റെ പ്രാഗ് രൂപമാണ് ഡാഷ്. ആശാൻ പാഠശാലകൾ. ഏതാണ്? ആശാൻ പാഠശാലകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസ് റൂം ജനാധിപത്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ക്ലാസ് റൂം ജനാധിപത്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? എന്താണ്? പങ്കിടൽ, സ്വാതന്ത്ര്യം, സഹകരണം. എന്തൊക്കെ കാര്യങ്ങളാണ്? 3 കാര്യങ്ങളാണ്. പങ്കിടൽ, സ്വാതന്ത്ര്യം, സഹകരണം. അടുത്ത ക്വസ്റ്റ്യൻ, യുനെസ്കോ. യുനെസ്കോ എന്നതിന്റെ ഫുൾ ഫോം എന്താണ്? യുനെസ്കോന്റെ ഫുൾ ഫോം യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതായത് കഴിഞ്ഞ പ്രാവശ്യം ഉദ്ദേശിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ, ഇതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ കുറേ ഫുൾ ഫോമുകൾ നമ്മൾ പഠിച്ചിരുന്നു. ഏതിൻ്റെയൊക്കെയായിരുന്നു? ICDS, NCERT അതിൻ്റെയൊക്കെ ഫുൾ ഫോം പഠിച്ചിരുന്നു. അപ്പോൾ ഈ ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ടായിരുന്നു, യുനെസ്കോന്റെ ഫുൾ ഫോം. അപ്പോൾ യുനെസ്കോന്റെ ഫുൾ ഫോമും BSSന്റെ ഫുൾ ഫോമും കേട്ടോ. അപ്പോൾ യുനെസ്കോന്റെ ഫുൾ ഫോം ഒരു പ്രാവശ്യം കൂടി പറയാം, അതൊന്ന് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കാം കേട്ടോ, മറന്നു പോവാതെ. ഏതാണ്? യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. അടുത്തത് BSSന്റെ ഫുൾ ഫോം എന്താണ്? ഭാരത് സേവക് സമാജ്. എന്താണ്? BSS, ഭാരത് സേവക് സമാജ്. അടുത്ത ക്വസ്റ്റ്യൻ, യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ലക്ഷ്യം എന്താണ്? യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ലക്ഷ്യം പഠനഭാരം ലഘൂകരിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓരോ കമ്മിറ്റികൾ, കോദാരി കമ്മീഷൻ, അതുപോലെ തന്നെ യശ്പാൽ കമ്മിറ്റി, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോണത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ലക്ഷ്യം എന്താണ്? പഠനഭാരം ലഘൂകരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സംസ്ഥാന തല ഏജൻസികൾ ഏതൊക്കെയാണ്? ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സംസ്ഥാന തല ഏജൻസികൾ ഏതൊക്കെയാണ്? സംസ്ഥാനതല ഏജൻസികൾ ഏതൊക്കെയാണ്? വിദ്യാഭ്യാസ വകുപ്പ്, സാമൂഹ്യക്ഷേമ വകുപ്പ്, ഗിരിജന ക്ഷേമ വകുപ്പ്, ഹരിജന ക്ഷേമ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. 5 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസ വകുപ്പ്,
സാമൂഹ്യക്ഷേമ വകുപ്പ്, ഗിരിജന ക്ഷേമ വകുപ്പ്, ഹരിജന ക്ഷേമ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ദേശീയ തല ഏജൻസികൾ ഏതൊക്കെയാണ്? ദേശീയ തല ഏജൻസികൾ ഏതൊക്കെയാണ്? NCERT, ICCW, NAIPCCD. ഏതാണ്? 3 എണ്ണം ഉണ്ട്. NCERT എന്ന് പറയുമ്പോൾ ഏതാണ് NCERT? നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. എന്താണ്? നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അടുത്തത് ഏതാണ്? ICCW എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് ചൈൽഡ് വെൽഫെയർ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ചൈൽഡ് വെൽഫെയർ. അടുത്തത് NAIPCCD. ഏതാണ്? NAIPCCD, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പബ്ലിക് കോർപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. ഇവർ 3 പേരുമാണ് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസികൾ? ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഏജൻസികൾ. ഇനി അടുത്തത് അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഏജൻസികൾ ഏതൊക്കെയാണ്? യൂണിസെഫ്, WHO, കെയർ, യുനെസ്കോ. ഏതൊക്കെയാണ്? യൂണിസെഫ് എന്ന് പറയുമ്പോൾ എന്താണ് യൂണിസെഫ്? യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. ഏതാണ്? യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. അടുത്തത് WHO എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. പിന്നെയോ കെയർ എന്ന് വെച്ചാൽ കോഓപ്പറേറ്റ് ഫോർ അമേരിക്കൻ റിലീഫ് എവരിവെയർ. എന്താണ്? കോഓപ്പറേറ്റ് ഫോർ അമേരിക്കൻ റിലീഫ് എവരിവെയർ. ഇനി അടുത്ത ഏജൻസി ഏതാണ്? യുനെസ്കോ നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞുള്ളൂ. ഏതാണ്? യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. അപ്പൊ ഈ 3 കാര്യങ്ങളും നന്നായിട്ട് ഓർത്തിരിക്കാട്ടോ. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഒരു പ്രാവശ്യം കൂടി പറയാം. സംസ്ഥാന തല ഏജൻസിയാണ്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സംസ്ഥാന തല ഏജൻസികളാണ് ഏതൊക്കെ? 5 എണ്ണം ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ്, സാമൂഹ്യക്ഷേമ വകുപ്പ്, ഗിരിജന ക്ഷേമ വകുപ്പ്, ഹരിജന ക്ഷേമ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇനി ദേശീയതല ഏജൻസി ഏതൊക്കെയായിരുന്നു? NCERT, ICCW, NAIPCCD. ഇനി അടുത്തത് അന്തർദേശീയ ഏജൻസികൾ ഏതൊക്കെയായിരുന്നു? യൂണിസെഫ്, WHO, കെയർ, യുനെസ്കോ. വളരെ പ്രധാനപ്പെട്ടത് ആയതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ആയിട്ട് ഒന്നുകൂടി പറഞ്ഞത്. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതും ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. സ്വകാര്യ തലത്തിൽ കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസികൾ. സ്വകാര്യ തലത്തിൽ കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസികൾ ഏതൊക്കെയാണ്? റെഡ് ക്രോസ്, റിലീജിയസ് ഓർഗനൈസേഷൻ, സോഷ്യൽ ഓർഗനൈസേഷൻ. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനു മുമ്പുള്ള ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജിജ്ഞാസ വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഡാഷ്. ഏതാണ്? ജിജ്ഞാസ വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനമാണ് ബുദ്ധിവികാസം. ഏതാണ്? ബുദ്ധിവികാസം. അടുത്ത ക്വസ്റ്റ്യൻ. പ്രീ സ്കൂളിൽ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നൽകേണ്ടത്? അതും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. പ്രീ സ്കൂളിൽ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നൽകേണ്ടതെന്ന്. ആനുഷംഗികം. ഏതാണ്? ആനുഷംഗികം. അടുത്ത ക്വസ്റ്റ്യൻ. അധ്യാപക ദിനം എന്നാണ്? അധ്യാപക ദിനം എന്നാണ്? സെപ്റ്റംബർ 5. ഏതാണ്? സെപ്റ്റംബർ 5. അടുത്ത ക്വസ്റ്റ്യൻ. സഭാകമ്പം മാറ്റാൻ പറ്റിയ പ്രവർത്തനം. സഭാകമ്പം മാറ്റാൻ പറ്റിയ പ്രവർത്തനമാണ് പാവകളി. ഏതാണ്? പാവകളി. അടുത്ത ക്വസ്റ്റ്യൻ. ലേണിംഗ് എയ്ഡ് ഇല്ലാതെ കഥ പറയുന്ന രീതി. ലേണിംഗ് എയ്ഡ് ഇല്ലാതെ കഥ പറയുന്ന രീതിനെ പറയുന്നതാണ് കഥാനിർമ്മാണം. ഏതാണ്? കഥാനിർമ്മാണം. അടുത്ത ക്വസ്റ്റ്യൻ. അധ്യാപകർക്ക് നൽകുന്ന 2 ഇൻ സർവീസ് കോഴ്സുകൾ ഏതൊക്കെയാണ്? അധ്യാപകർക്ക് നൽകുന്ന 2 ഇൻ സർവീസ് കോഴ്സുകളാണ് റിഫ്രഷർ കോഴ്സും ഓറിയന്റേഷൻ കോഴ്സും. ഏതൊക്കെയാണ്? റിഫ്രഷർ കോഴ്സും ഓറിയന്റേഷൻ കോഴ്സും. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യാവകാശ ദിനം എന്നാണ്? മനുഷ്യാവകാശ ദിനം എന്നാണ്? മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. അടുത്ത ക്വസ്റ്റ്യൻ. ECE സെന്ററിലെ പ്രവർത്തന പരിപാടികൾ ഏതെല്ലാം? ECE സെന്ററിലെ പ്രവർത്തന പരിപാടികൾ ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യ കളി, മാർഗനിർദ്ദേശിതത്വ പ്രവർത്തനം, ആസൂത്രിത പ്രവർത്തനം. ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യ കളി, മാർഗനിർദ്ദേശിത പ്രവർത്തനം, ആസൂത്രിത പ്രവർത്തനം. 3 എണ്ണം.
അടുത്ത ക്വസ്റ്റ്യൻ, നഗരവൽക്കരണം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നഷ്ടമാവുന്നത് എന്താണ്? നഗരവൽക്കരണം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നഷ്ടമാവുന്നത് എന്താണ്? വിശാലമായ കളിസ്ഥലങ്ങൾ. ഏതാണ്? വിശാലമായ കളിസ്ഥലങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, കുഞ്ഞുങ്ങളിൽ എഴുതാനുള്ള പ്രാപ്തി കൈവരിക്കുന്ന പ്രവർത്തനമാണ് ഏത്? കുഞ്ഞുങ്ങളിൽ എഴുതാനുള്ള പ്രാപ്തി കൈവരിക്കുന്ന പ്രവർത്തനമാണ് ചിത്രം വരയ്ക്കുക. ഏതാണ്? ചിത്രം വരയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാർത്ഥികൾക്കുള്ള ശരിയായ പാഠപുസ്തകം അവരുടെ അധ്യാപകരാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? വിദ്യാർത്ഥികൾക്കുള്ള ശരിയായ പാഠപുസ്തകം അവരുടെ അധ്യാപകരാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. ആരാണ്? ഗാന്ധിജി. അടുത്ത ക്വസ്റ്റ്യൻ, കുഞ്ഞുങ്ങളുടെ മാനസിക ആവശ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ പേര്. കുഞ്ഞുങ്ങളുടെ മാനസിക ആവശ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ പേരാണ് സ്നേഹം, അംഗീകാരം. ഏതാണ്? സ്നേഹവും അംഗീകാരവും. അടുത്ത ക്വസ്റ്റ്യൻ, ECECയുടെ പൂർണ്ണരൂപം എന്താണ്? ECECയുടെ പൂർണ്ണരൂപം ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ. ഏതാണ്? ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, പോഷകാഹാരം, പാർപ്പിടം തുടങ്ങിയവ കുഞ്ഞുങ്ങളുടെ എന്ത് ആവശ്യത്തിൽ വരും? പോഷകാഹാരം, പാർപ്പിടം തുടങ്ങിയവ കുഞ്ഞുങ്ങളുടെ ഏത് ആവശ്യത്തിലാണ് വരുന്നത്? ഏതാണ്? ശാരീരിക ആവശ്യങ്ങൾ. ശാരീരിക ആവശ്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, 2 വയസ്സിന് മുമ്പ് കുഞ്ഞുങ്ങൾ താല്പര്യം കാണിക്കുന്ന ഡാഷ് കളികളിലാണ്. 2 വയസ്സിന് മുമ്പ് കുഞ്ഞുങ്ങൾ താല്പര്യം കാണിക്കുന്നത് ഡാഷ് കളികളിലാണ്. ഏത് കളികളാണ്? ഏകാന്ത കളികൾ. ഏതാണ്? ഏകാന്ത കളികൾ. അടുത്ത ക്വസ്റ്റ്യൻ, കുഞ്ഞുങ്ങളിൽ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാക്കുന്ന വികാസം. കുഞ്ഞുങ്ങളിൽ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാക്കുന്ന വികാസമാണ് വൈകാരിക വികാസം. ഏതാണ്? വൈകാരിക വികാസം. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഏതാണ്? സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ ഡി. ഇതും ഒരു മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പോഷകങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കണിക. പോഷകങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കണികയാണ് പ്രോട്ടീൻ. ഏതാണ്? പ്രോട്ടീൻ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോട്ടീന്റെയും ഊർജത്തിന്റെയും അഭാവം കൊണ്ട് ഉണ്ടാകുന്ന രോഗം. മരാസ്മസ്. പ്രോട്ടീന്റെയും ഊർജത്തിന്റെയും അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഏത്? മരാസ്മസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന പോഷകം ഏത്? ഏതാണ്? ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന പോഷകമാണ് കൊഴുപ്പ്. കൊഴുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനിജ ലവണം. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനിജ ലവണമാണ് കാൽസ്യം. ഏതാണ്? കാൽസ്യം. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഹീമോഗ്ലോബിൻ. രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്നത് ഏതാണ്? ഹീമോഗ്ലോബിൻ. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിലെ പ്രോട്ടീൻ. രക്തത്തിലെ പ്രോട്ടീൻ ഏതാണ്? രക്തത്തിലെ പ്രോട്ടീൻ സിറം ആൽബുമിൻ. സിറം ആൽബുമിൻ. ഊർജത്തിന്റെ അളവുകോൽ. ഊർജത്തിന്റെ അളവുകോലാണ് കലോറി. ഊർജത്തിന്റെ അളവുകോൽ കലോറി. അടുത്ത ക്വസ്റ്റ്യൻ, അയൺ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള അവയവം. അയൺ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള അവയവം കരൾ. ഏതാണ്? കരൾ. അടുത്ത ക്വസ്റ്റ്യൻ, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ. വിറ്റാമിൻ എ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ പ്രോത്തോബിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിലാണ്? ഇതും ഒരു മുൻകാല ചോദ്യമാണ്. രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ പ്രോത്തോബിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിലാണ്? ഏത് അവയവത്തിലാണ്? കരളിലാണ്. ഏതാണ്? കരൾ. അടുത്ത ക്വസ്റ്റ്യൻ, പച്ചിലക്കറികളിലും മഞ്ഞ നിറത്തിലുള്ള പഴവർഗ്ഗങ്ങളിലും പച്ചക്കറികളിലും അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ. പച്ചിലക്കറികളിലും മഞ്ഞ നിറത്തിലുള്ള പഴവർഗ്ഗങ്ങളിലും പച്ചക്കറികളിലും അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് ബീറ്റ കരോട്ടിൻ. ഏതാണ്? ബീറ്റ കരോട്ടിൻ. അടുത്ത ക്വസ്റ്റ്യൻ, പെല്ലാഗ്ര എന്ന രോഗമുണ്ടാവുന്നത് ഏത് വിറ്റാമിന്റെ അഭാവത്തിലാണ്? ഇതുമൊരു മുൻകാല ചോദ്യമാണ്. പെല്ലാഗ്ര എന്ന രോഗമുണ്ടാവുന്നത് ഏത് വിറ്റാമിന്റെ അഭാവത്തിലാണ്? വൈറ്റമിൻ B3. ഏതാണ്? വൈറ്റമിൻ B3. അടുത്ത ക്വസ്റ്റ്യൻ, ജലത്തിൽ ലയിക്കുകയും ചൂടിൽ നഷ്ടപ്പെടുകയും ചെയ്യുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. ജലത്തിൽ ലയിക്കുകയും ചൂടിൽ നഷ്ടപ്പെടുകയും ചെയ്യുന്ന വിറ്റാമിനാണ് ഏത്? വിറ്റാമിൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, കാൽസ്യത്തിന്റെ അഭാവം മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം.
കാൽസ്യത്തിന്റെ അഭാവം മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്ട്രിയോപെറോസിസ്. ഏതാണ്? ഓസ്ട്രിയോപെറോസിസ്. അടുത്ത ക്വസ്റ്റ്യൻ, അരുണ രക്താണുക്കൾക്ക് ചുവപ്പു നിറം നൽകുന്ന വർണ്ണവസ്തു അയൺ. അരുണ രക്താണുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഏത്? അയൺ. അടുത്ത ക്വസ്റ്റ്യൻ, അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ ഭക്ഷണത്തിൽ അയഡിന്റെ അംശം കുറവായാൽ പിറക്കുന്ന കുട്ടിക്ക് ഉണ്ടാകുന്ന രോഗം ഏതാണ്? എന്താണ്? അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ ഭക്ഷണത്തിൽ അയഡിന്റെ അംശം കുറവായാൽ പിറക്കുന്ന കുട്ടിക്ക് ഉണ്ടാകുന്ന രോഗമാണ് ക്രിട്ടിനിസം. ഏതാണ്? ക്രിട്ടിനിസം. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷയരോഗത്തിന് കാരണമായ രോഗാണു. അതും ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ക്ഷയരോഗത്തിന് കാരണമായ രോഗാണുവാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലേ. ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലേ. അടുത്ത ക്വസ്റ്റ്യൻ, നിരക്ഷരത പാപമാണ്, നാണക്കേടാണ്, അത് തുടച്ചു മാറ്റിയേ മതിയാകൂ. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? എന്താണ്? നിരക്ഷരത പാപമാണ്, നാണക്കേടാണ്, അത് തുടച്ചു മാറ്റിയേ മതിയാവൂ. ഇങ്ങനെ പറഞ്ഞത് ഗാന്ധിജിയാണ്. ആരാണ്? ഗാന്ധിജി. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫ്തീരിയ പരത്തുന്ന രോഗാണു കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ. ഡിഫ്തീരിയ പരത്തുന്ന രോഗാണുവാണ് കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ. അടുത്ത ക്വസ്റ്റ്യൻ, വില്ലൻ ചുമയ്ക്ക് കാരണമായ രോഗാണു ബോർഡിറ്റെല്ല പെർട്യൂസിസ്. അതും ഒരു മുൻകാലങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. വില്ലൻ ചുമയ്ക്ക് കാരണമായ രോഗാണു ഏതാണ്? ബോർഡിറ്റെല്ല പെർട്യൂസിസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉമിനീർ ഗ്രന്ഥിയെ ബാധിക്കുന്ന വൈറൽ അണുബാധ മുണ്ടിനീര്. ഉമിനീർ ഗ്രന്ഥിയെ ബാധിക്കുന്ന വൈറൽ അണുബാധയാണ് ഏത്? മുണ്ടിനീര്. അടുത്ത ക്വസ്റ്റ്യൻ, എലിച്ചെള്ളു മൂലമുണ്ടാകുന്ന രോഗം പ്ലേഗ്. എലിച്ചെള്ളു മൂലമുണ്ടാകുന്ന രോഗമാണ് പ്ലേഗ്. ഇതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യമായി റിപ്പീറ്റ് എന്ന് പറയുന്നു. ഇതിന് മുമ്പുള്ള ക്ലാസ്സിലും ഇതേപോലെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ എന്താ വിചാരിക്കുക, പറയരുതെന്ന് വിചാരിച്ചാലും പറഞ്ഞു പോണതാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്തായാലും കൂട്ടുകാർക്കൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. നമ്മുടെ മാർക്ക് നഷ്ടപ്പെടില്ല. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കൂട്ടുകാർക്ക് ഇതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഡെങ്കിപ്പനി പരത്തുന്ന രോഗാണു ഫ്ലാവി വൈറസ്. ഡെങ്കിപ്പനി പരത്തുന്ന രോഗാണു ഫ്ലാവി വൈറസ്. മന്തുരോഗം പരത്തുന്ന കൊതുക് ക്യൂലസ് വിഭാഗത്തിൽപ്പെട്ട കൊതുക്. മന്തുരോഗം പരത്തുന്ന കൊതുക് ക്യൂലസ് വിഭാഗത്തിൽപ്പെട്ട കൊതുക്. അടുത്ത ക്വസ്റ്റ്യൻ, കഥ പറയുന്നതിന് ഉപയോഗിക്കുന്ന 2 ലേണിംഗ് എയ്ഡ് ഏതാണ്? കഥ പറയുന്നതിന് ഉപയോഗിക്കുന്ന 2 ലേണിംഗ് എയ്ഡാണ് ഫ്ലാനൽ ബോർഡും റോളോഗ്രാഫും. ഏതൊക്കെയാണ്? ഫ്ലാനൽ ബോർഡും റോളോഗ്രാഫും. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര കളിക്ക് നൽകുന്ന 2 കോർണർ. സ്വതന്ത്ര കളിക്ക് നൽകുന്ന 2 കോർണറാണ് പപ്പറ്റ് കോർണർ ആൻഡ് ഫാമിലി കോർണർ. ഏതാണ്? പപ്പറ്റ് കോർണർ ആൻഡ് ഫാമിലി കോർണർ. അടുത്ത ക്വസ്റ്റ്യൻ, ഈസൽ ബോർഡ് പ്രീ പ്രൈമറിയിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈസൽ ബോർഡ് പ്രീ പ്രൈമറിയിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്തിനാണ്? സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്തിനാണ്? സർഗാത്മക പ്രവർത്തനങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, മോഹങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ഏത് പ്രവർത്തനം? മോഹങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ഏത് പ്രവർത്തനം? ശാസ്ത്രീയ അനുഭാവം. ഏതാണ്? ശാസ്ത്രീയ അനുഭാവം. അടുത്ത ക്വസ്റ്റ്യൻ, ബുദ്ധിയുടെ കവാടങ്ങൾ ഏതെല്ലാം? ശ്രദ്ധ, ഓർമ്മ, ഏകാഗ്രത. ബുദ്ധിയുടെ കവാടങ്ങൾ ഏതൊക്കെയാണ്? ശ്രദ്ധ, ഓർമ്മ, ഏകാഗ്രത. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ണും കൈയും ഏകോപിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന വികാസം സൂക്ഷ്മപേശി വികാസം. ഏതാണ്? സൂക്ഷ്മപേശി വികാസം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഏത് പ്രവർത്തനത്തിലൂടെയാണ്? പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഏത് പ്രവർത്തനത്തിലൂടെയാണ്? സ്വതന്ത്ര കളി. എന്താണ്? സ്വതന്ത്ര കളി. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീ സ്കൂളിൽ അഭിനയ ഗാനം കൊടുക്കുന്നതിലൂടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വികാസം. പ്രീ സ്കൂളിൽ അഭിനയ ഗാനം കൊടുക്കുന്നതിലൂടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന വികാസമാണ് ശാരീരിക വികാസവും താളബോധവും. ഏതാണ്? ശാരീരിക വികാസം, താളബോധം. അടുത്ത ക്വസ്റ്റ്യൻ, കളിമണ്ണിന് പകരം പ്രീ സ്കൂളിൽ കൊടുക്കുന്ന വസ്തു. കളിമണ്ണിന് പകരം പ്രീ സ്കൂളിൽ കൊടുക്കുന്ന വസ്തുവാണ് പ്ലാസ്റ്റിസിൻ. ഏതാണ്? പ്ലാസ്റ്റിസിൻ. അടുത്ത ക്വസ്റ്റ്യൻ, എഴുത്തും വായനയും ബാല്യത്തിന്റെ ശാപമാണ്. ഇത് ആരുടെ വാക്യം? എഴുത്തും വായനയും ബാല്യത്തിന്റെ ശാപമാണ്. ഇത് ആരുടെ വാക്യമാണ്? റൂസോ. ആരാണ്? റൂസോ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീ സ്കൂളിൽ പ്ലേ സ്കൂൾ മെത്തേഡ് ആരുടെ സംഭാവനയാണ്?
പ്രീ സ്കൂളിൽ പ്ലേ സ്കൂൾ മെത്തേഡ് ആരുടെ സംഭാവനയാണ്? ഫ്രോബലിന്റെ സംഭാവനയാണ്. ആരാണ്? ഫ്രോബൽ. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലേറ്റോ ഏത് വിദ്യാഭ്യാസ ദർശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാനവികതാവാദം. ഏതാണ്? മാനവികതാവാദം. അടുത്ത ക്വസ്റ്റ്യൻ, വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? സിലിണ്ടറിക്കൽ ലെൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, പാലിലെ അന്നജം ലാക്ടോസ്. ഏതാണ്? ലാക്ടോസ്. അടുത്ത ക്വസ്റ്റ്യൻ, കരളിനെ ബാധിക്കുന്ന വൈറസ് രോഗം മഞ്ഞപ്പിത്തം. രോഗമാണ് ഏത്? മഞ്ഞപ്പിത്തം. അടുത്ത ക്വസ്റ്റ്യൻ, സാൽമോണല്ല പരത്തുന്ന രോഗമാണ് ടൈഫോയിഡ്. ഏതാണ്? ടൈഫോയിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, സിറോഫ്താൽമിയ പരിഹരിക്കുന്നതിന് ആഹാരത്തിൽ ധാരാളം ഉൾപ്പെടുത്തേണ്ട ജീവകം. ഏതാണ്? ജീവകം എ. അടുത്ത ക്വസ്റ്റ്യൻ, ആഹാരത്തിൽ അയഡിന്റെ അംശം കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. ഏതാണ്? ഗോയിറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 23. അടുത്ത ക്വസ്റ്റ്യൻ, ബെറിബെറി ബാധിക്കുന്ന ശരീരഭാഗമാണ് ഏത്? നാഡി. നാഡി. അടുത്ത ക്വസ്റ്റ്യൻ, വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം കുട്ടികളിൽ കാണുന്ന രോഗം? കണ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം കുട്ടികളിൽ കാണുന്ന ഒരു രോഗമാണ് ഏത്? കണ. അടുത്ത ക്വസ്റ്റ്യൻ, മന്ദരോഗ പ്രതിരോധത്തിനുള്ള മരുന്ന് ഏതാണ്? ഡൈഎർത്തിൽ കാർബോമൈസിൻ. അടുത്ത ക്വസ്റ്റ്യൻ, മലമ്പനി ഉണ്ടാക്കുന്ന പരാദജീവി? പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം. അടുത്ത ക്വസ്റ്റ്യൻ, മലമ്പനി പരത്തുന്ന കൊതുക്? അനോഫിലിസ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുക്. മലമ്പനി പരത്തുന്ന കൊതുക് ആരാണ്? അനോഫിലിസ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുക്. അടുത്ത ക്വസ്റ്റ്യൻ, കുതിരസെന്നി അഥവാ ടെറ്റനസിന് കാരണമായ ബാക്ടീരിയ? ക്ലോസ്ട്രിഡിയം ടെറ്റനി. കുതിരസെന്നി അഥവാ ടെറ്റനസ് കാരണമായ ബാക്ടീരിയ അതാണ് ക്ലോസ്ട്രിഡിയം ടെറ്റനി. അടുത്ത ക്വസ്റ്റ്യൻ, HIV പൂർണ്ണരൂപം? ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. HIV ഫുൾ ഫോം ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അടുത്ത ക്വസ്റ്റ്യൻ, ത്വക്ക്, നാഡികൾ, ശ്ലേഷ്മസ്തരം എന്നിവയെ ബാധിക്കുന്ന രോഗമാണ് കുഷ്ഠം. ഏതാണ്? കുഷ്ഠം. അടുത്ത ക്വസ്റ്റ്യൻ, അണലിയുടെ വിഷം ബാധിക്കുന്നത് രക്തപര്യനത്തെ. ഏതിനെയാണ്? രക്തപര്യനത്തെ. അടുത്ത ക്വസ്റ്റ്യൻ, സൈനസൈറ്റിസ് ബാധിക്കുന്ന ശരീര അവയവമാണ് നാസിക. ഏതാണ്? നാസിക. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരത്തിൽ പ്രവേശിക്കുന്ന സൂക്ഷ്മാണുക്കൾ പുറപ്പെടുവിക്കുന്ന വിഷവസ്തുവാണ് ടോക്സിൻ. ഏതാണ്? ടോക്സിൻ. അടുത്ത ക്വസ്റ്റ്യൻ, വയറിളക്കത്തിന് കാരണമായ സൂക്ഷ്മാണുവാണ് എൻഡമീബ ഹിസ്റ്റോളിക്ക. അടുത്ത ക്വസ്റ്റ്യൻ, ആരോഗ്യവാനായ ഒരാളുടെ ശരീര ഊഷ്മാവ് എത്രയാണ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. എത്രയാണ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമായ ഒരു വാതകമാണ് കാർബൺ മോണോക്സൈഡ്. ഏതാണ്? കാർബൺ മോണോക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, അമിത മദ്യപാനം മൂലം നഷ്ടമാകുന്ന വിറ്റാമിൻ? വിറ്റാമിനാണ് വിറ്റാമിൻ B12. ഏതാണ്? വിറ്റാമിൻ B12. അടുത്ത ക്വസ്റ്റ്യൻ, ചെറുകുടലിന്റെ കീഴ്ഭാഗത്തെ ബാധിക്കുന്ന സാംക്രമിക രോഗം? കോളറ. ചെറുകുടലിന്റെ കീഴ്ഭാഗത്തെ ബാധിക്കുന്ന സാംക്രമിക രോഗമാണ് ഏത്? കോളറ. അടുത്ത ക്വസ്റ്റ്യൻ, പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ഹാനികരമായ പദാർത്ഥം? നിക്കോട്ടിൻ. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ഹാനികരമായ പദാർത്ഥമാണ് ഏത്? നിക്കോട്ടിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ബിലിറൂബിൻ കലകളിൽ വ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗം?
ബിലിറൂബിൻ കലകളിൽ വ്യാപിക്കുമ്പോൾ ഉണ്ടാവുന്ന രോഗമാണ് ഏത്? മഞ്ഞപ്പിത്തം. ഏതാണ്? മഞ്ഞപ്പിത്തം. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷയരോഗത്തിനെതിരെ എടുക്കുന്ന വാക്സിൻ. ക്ഷയരോഗത്തിന് എതിരെ എടുക്കുന്ന വാക്സിനാണ് BCG. ഏതാണ്? BCG. അടുത്ത ക്വസ്റ്റ്യൻ, വില്ലൻ ചുമയ്ക്കെതിരെ എടുക്കുന്ന വാക്സിൻ DPT. ഏതാണ് വില്ലൻ ചുമയ്ക്കെതിരെ എടുക്കുന്ന വാക്സിൻ? DPT. അടുത്ത ക്വസ്റ്റ്യൻ, മുണ്ടുനീരിനെതിരെ എടുക്കുന്ന വാക്സിൻ MMR. ഏതാണ്? MMR. അടുത്ത ക്വസ്റ്റ്യൻ, ORS മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെ? ORS മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളാണ് സോഡിയം ക്ലോറൈഡ്, സോഡിയം സിട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഗ്ലൂക്കോസ്. ഏതൊക്കെയാണ്? സോഡിയം ക്ലോറൈഡ്, സോഡിയം സിട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഗ്ലൂക്കോസ്. അടുത്ത ക്വസ്റ്റ്യൻ, മണൽ വാരി വിതറിയതുപോലെ ശരീരത്തിൽ ബാധിച്ചിട്ടുള്ള രോഗമാണ് ഏത്? മണൽ വാരി വിതറിയ പോലെ ശരീരത്തിൽ ബാധിച്ചിട്ടുള്ള രോഗമാണ് ഏത്? മണ്ണൻ അഥവാ അഞ്ചാമ്പനി. മണ്ണൻ അഥവാ അഞ്ചാമ്പനി. അടുത്ത ക്വസ്റ്റ്യൻ, കടൽ മത്സ്യത്തിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ധാതുപദാർത്ഥം. കടൽ മത്സ്യത്തിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ധാതുപദാർത്ഥം ഏതാണ്? അയഡിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി കാണപ്പെടുന്നത് ഏതാണ്? ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി കാണപ്പെടുന്നത് എവിടെയാണ്? കൺപോളയിൽ. എവിടെ? കൺപോളയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, നഡോപ്സിന്റെ നിർമ്മിതിക്ക് ആവശ്യമായ ജീവകം. നഡോപ്സിന്റെ നിർമ്മിതിക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം A. ഏതാണ്? ജീവകം A. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യജന്യമായ വസ്തുക്കളിൽ അന്നജം കാണപ്പെടുന്നത്. സസ്യജന്യമായ വസ്തുക്കളിൽ അന്നജം കാണപ്പെടുന്നത് ഏതാണ്? സ്റ്റാർച്ച്. ഏതാണ്? സ്റ്റാർച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, രോഗപ്രതിരോധ ശക്തി നൽകുന്ന മുലപ്പാലിലെ ഘടകം ഏതാണ്? രോഗപ്രതിരോധ ശക്തി നൽകുന്ന മുലപ്പാലിലെ ഘടകമാണ് കൊളസ്ട്രോൾ. ഏതാണ്? കൊളസ്ട്രോൾ. അടുത്ത ക്വസ്റ്റ്യൻ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്ക് പോഷകാഹാരം വിതരണം നടത്തുന്ന ഏജൻസി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്ക് പോഷകാഹാരം വിതരണം നൽകുന്ന ഏജൻസി ആണ് WHO. WHO ഫുൾ ഫോം എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിദൂര വിദ്യാഭ്യാസത്തിനായി ഇന്ത്യയിൽ ആദ്യമായി ഓപ്പൺ സ്കൂൾ ആരംഭിച്ചത്. വിദൂര വിദ്യാഭ്യാസത്തിനായി ഇന്ത്യയിൽ ആദ്യമായി ഓപ്പൺ സ്കൂൾ ആരംഭിച്ചത് CBSE ആണ്. ആരാണ്? CBSE. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമ്പൂർണ്ണ ആഹാര പദാർത്ഥം. പാൽ. ഒരു സമ്പൂർണ്ണ ആഹാര പദാർത്ഥമാണ് പാൽ. ഇതും ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഗോവസൂരി പ്രയോഗം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഗോവസൂരി പ്രയോഗം ആരാണ് കണ്ടുപിടിച്ചത്? എഡ്വേർഡ് ജെന്നർ. ഗോവസൂരി പ്രയോഗം എഡ്വേർഡ് ജെന്നർ. അടുത്ത ക്വസ്റ്റ്യൻ, രക്തം വാർന്നൊഴുകി മരണം സംഭവിക്കുന്ന പാരമ്പര്യ രോഗം. രക്തം വാർന്നൊഴുകി മരണം സംഭവിക്കുന്ന പാരമ്പര്യ രോഗമാണ് ഏത്? ഹീമോഫീലിയ. ഏതാണ്? ഹീമോഫീലിയ. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാമെങ്കിലും ശരീരത്തിന് ദോഷം ചെയ്യുന്ന രാസവസ്തു. പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാമെങ്കിലും ശരീരത്തിന് ദോഷം ചെയ്യുന്ന രാസവസ്തുവാണ് ഏത്? സാക്രിൻ. ഏതാണ്? സാക്രിൻ. അടുത്ത ക്വസ്റ്റ്യൻ, കാലിലെ സിരകൾ വീർക്കുന്ന പ്രതിഭാസം. കാലിലെ സിരകൾ വീർക്കുന്ന പ്രതിഭാസമാണ് ഏത്? വെരിക്കോസ് വെയിൻ. ഏതാണ്? വെരിക്കോസ് വെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, രോഗപ്രതിരോധ ശക്തി പൂർണ്ണമായി നഷ്ടപ്പെടുന്ന അവസ്ഥ. രോഗപ്രതിരോധ ശക്തി പൂർണ്ണമായി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഏത്? എയ്ഡ്സ്. ഏതാണ്? എയ്ഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, മൂർഖന്റെ വിഷം മനുഷ്യ ശരീരത്തിലെ ഏത് വ്യവസ്ഥയെ ബാധിക്കുന്നു? മൂർഖന്റെ വിഷം മനുഷ്യ ശരീരത്തിലെ ഏത് വ്യവസ്ഥയെ ബാധിക്കുന്നു? നാഡീ വ്യവസ്ഥയാണ് ബാധിക്കുന്നത്. ഏതിനെയാണ്? നാഡീ വ്യവസ്ഥയെ. അടുത്ത ക്വസ്റ്റ്യൻ, ജീവകം സിയുടെ ശാസ്ത്രനാമം. അസ്കോർബിക് ആസിഡ്. ജീവകം സിയുടെ ശാസ്ത്രനാമം അസ്കോർബിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, നേത്രഗോളത്തിന് നീളം കുറഞ്ഞാൽ കണ്ണിന് അനുഭവപ്പെടുന്ന ന്യൂനത. നേത്രഗോളത്തിന്റെ നീളം കുറഞ്ഞാൽ കണ്ണിന് അനുഭവപ്പെടുന്ന ന്യൂനതയാണ് ദീർഘദൃഷ്ടി. ഏതാണ്? ദീർഘദൃഷ്ടി. അടുത്ത ക്വസ്റ്റ്യൻ, NCERT നിലവിൽ വന്ന വർഷം. NCERT നിലവിൽ വന്ന വർഷം എന്നാണ്? 1961. എന്നാണ്? 1961. 1961. അടുത്ത ക്വസ്റ്റ്യൻ, ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാവുന്ന ഒരു രോഗം. ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാവുന്ന രോഗമാണ് സ്കർവി. ഏതാണ്? സ്കർവി.
അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ്? സുശ്രുതൻ. പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് ആരാണ്? സുശ്രുതൻ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ആദ്യം രൂപം കൊണ്ട വിദ്യാഭ്യാസ കമ്മീഷൻ ഏതായിരുന്നു എന്ന്? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ആദ്യം രൂപം കൊണ്ട വിദ്യാഭ്യാസ കമ്മീഷനായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഏതാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, കാൽസ്യം സമൃദ്ധമായി അടങ്ങിയിട്ടുള്ള ധാന്യകം? കാൽസ്യം സമൃദ്ധമായി അടങ്ങിയിട്ടുള്ള ധാന്യകം ഏതാണ്? കൂവരകാണ്. ഏതാണ്? കൂവരക്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൃദയസ്പന്ദനത്തിന്റെ തോത്? 1 മിനിറ്റിൽ 72 പ്രാവശ്യം. ഹൃദയസ്പന്ദനത്തിന്റെ തോത് 1 മിനിറ്റിൽ 72 പ്രാവശ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ശംഖുവരയന്റെ വിഷം ബാധിക്കുന്നത് ഏതിനെയാണെന്ന്? ഏത് അവയവത്തെയാണ്? തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. ശംഖുവരയന്റെ വിഷം ബാധിക്കുന്നത് തലച്ചോറിന്. അടുത്ത ക്വസ്റ്റ്യൻ, നിശാന്തതയ്ക്ക് കാരണമായ വൈറ്റമിൻ? നിശാന്തതയ്ക്ക് കാരണമായ വൈറ്റമിൻ വൈറ്റമിൻ എ. ഏതാണ്? വൈറ്റമിൻ എ. മുലപ്പാലിൽ ഉണ്ടാകുന്ന ഹോർമോൺ? പ്രൊലാക്റ്റിൻ. മുലപ്പാലിൽ ഉണ്ടാകുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. അടുത്ത ക്വസ്റ്റ്യൻ, പേൻ പരത്തുന്ന രോഗം? ടൈഫസ്. പേൻ പരത്തുന്ന രോഗമാണ് ടൈഫസ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം? ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന രാസമൂലകം? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രാസമൂലകമാണ് ഏത്? നൈട്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ, ടൈഫോയിഡിനുള്ള പ്രതിരോധ കുത്തിവയ്പ്? എന്താണ് ക്വസ്റ്റ്യൻ? ടൈഫോയിഡിനുള്ള പ്രതിരോധ കുത്തിവയ്പ് ഏതാണ്? TAB. ഏതാണ്? TAB. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിലെ മലിന പദാർത്ഥങ്ങളെ അരിച്ചു മാറ്റുന്ന ശരീരാവയവം? വൃക്ക. രക്തത്തിലെ മലിന പദാർത്ഥങ്ങളെ അരിച്ചു മാറ്റുന്ന ശരീര അവയവം ഏതാണ്? വൃക്ക. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂമോണിയ രോഗത്തിന് കാരണമായ രോഗാണു? ന്യൂമോകോക്കസ്. ന്യൂമോണിയ രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? ന്യൂമോകോക്കസ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ സംഘടന നിലവിൽ വന്ന വർഷം? ലോകാരോഗ്യ സംഘടന നിലവിൽ വന്ന വർഷം 1947. 1947. 1947. അടുത്ത ക്വസ്റ്റ്യൻ, ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്തൊരു രോഗം? ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്തൊരു രോഗമാണ് വർണ്ണാന്തത. ഏതാണ്? വർണ്ണാന്തത. അടുത്ത ക്വസ്റ്റ്യൻ, പല്ലിന്റെ ദ്വാരം അടയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം? പല്ലിന്റെ ദ്വാരം അടയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് സിൽവർ അമാൽഗം. ഏതാണ്? സിൽവർ അമാൽഗം. അടുത്ത ക്വസ്റ്റ്യൻ, പേപ്പട്ടി വിഷത്തിന് വാക്സിൻ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ സ്ഥാപനം? തമിഴ്നാട്, കുന്നൂർ. പേപ്പട്ടി വിഷത്തിന് വാക്സിൻ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ സ്ഥാപനം തമിഴ്നാട്, കുന്നൂർ. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയ നാശിനി? ലൈസോസൈം. ഏതാണ്? ലൈസോസൈം. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയ നാശിനി ലൈസോസൈം. അടുത്ത ക്വസ്റ്റ്യൻ, ബാക്ടീരിയ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ലുവൻ ഹുക്ക്. ബാക്ടീരിയ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ലുവൻ ഹുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻസറിൽ നിന്നും സംരക്ഷണം നൽകുന്ന സസ്യഭക്ഷണ ഘടകം? ബീറ്റ കരോട്ടിൻ. ക്യാൻസറിൽ നിന്നും സംരക്ഷണം നൽകുന്ന സസ്യഭക്ഷണ ഘടകം ബീറ്റ കരോട്ടിൻ. അടുത്ത ക്വസ്റ്റ്യൻ, വസ്തുവിനെ രണ്ടായി കാണുന്ന കണ്ണിന്റെ അവസ്ഥ? ഡിപ്ലോപ്പിയ. വസ്തുവിനെ രണ്ടായി കാണുന്ന കണ്ണിന്റെ അവസ്ഥയെ പറയുന്നത് ഏതാണ്? ഡിപ്ലോപ്പിയ. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ്? ഹിപ്പോക്രാറ്റസ്. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഹിപ്പോക്രാറ്റസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം? അനീമിയ അഥവാ വിളർച്ച. ഏതാണ്? ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ്? അനീമിയ അഥവാ വിളർച്ച. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ക്ഷയരോഗ ദിനം? മാർച്ച് 24. ലോക ക്ഷയരോഗ ദിനം എന്നാണ്? മാർച്ച് 24. അടുത്ത ക്വസ്റ്റ്യൻ, കോളറയ്ക്ക് കാരണമായ ബാക്ടീരിയ? കോളറയ്ക്ക് കാരണമായ ബാക്ടീരിയയാണ് വിബ്രിയോ കോളറ. ഏതാണ്? വിബ്രിയോ കോളറ. അടുത്ത ക്വസ്റ്റ്യൻ, ശിശുവിദ്യാലയത്തിൽ നിന്നും ശിശുക്കൾ നേടേണ്ട ഒരു ഭാഷാ നൈപുണി? ശിശുവിദ്യാലയത്തിൽ നിന്നും ശിശുക്കൾ നേടേണ്ട ഒരു ഭാഷാ നൈപുണിയാണ് പദാവലി വികസനം. ഏതാണ്? പദാവലി വികസനം. അടുത്ത ക്വസ്റ്റ്യൻ, ശിശുവിദ്യാലയത്തിൽ മനോഹരമായൊരു പൂന്തോട്ടം ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യം? ശിശുവിദ്യാലയത്തിൽ മനോഹരമായൊരു പൂന്തോട്ടം ഉണ്ടായിരിക്കേണ്ട ആവശ്യം എന്താണ്? ശിശുക്കളിൽ സൗന്ദര്യ അവബോധം വളർത്താൻ. ശിശുക്കളിൽ സൗന്ദര്യ അവബോധം വളർത്താൻ.
അടുത്ത ക്വസ്റ്റ്യൻ ഈസിയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്താണ് ഈസിയിലേക്ക് വാങ്ങുമ്പോൾ? ഈസിയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഭംഗിയുള്ളതും കൈകാര്യം ചെയ്യാൻ സൗകര്യമുള്ളതും ആകണം. ഏതാണ്? ഭംഗിയുള്ളതും കൈകാര്യം ചെയ്യാൻ സൗകര്യമുള്ളതും ആകണം. അടുത്ത ക്വസ്റ്റ്യൻ വിദ്യാലയവും സമൂഹവുമായുള്ള ബന്ധം ഉറപ്പിക്കുന്നത്. വിദ്യാലയവും സമൂഹവുമായുള്ള ബന്ധം ഉറപ്പിക്കുന്നത് ഏതാണ്? അധ്യാപക രക്ഷാകർതൃ സമിതി. ഏതാണ്? അധ്യാപക രക്ഷാകർതൃ സമിതി. അടുത്ത ക്വസ്റ്റ്യൻ ശിശുവിദ്യാലയത്തിലെ ശിശുക്കളുടെ വികസനം രേഖപ്പെടുത്തുന്ന റെക്കോർഡിൽ സ്ഥാനമില്ലാത്ത വസ്തുത. ശിശുവിദ്യാലയത്തിലെ ശിശുക്കളുടെ വികസനം രേഖപ്പെടുത്തുന്ന റെക്കോർഡിൽ സ്ഥാനമില്ലാത്ത വസ്തുതയാണ് ഏത്? പഠന നിലവാരം. ഏതാണ്? പഠന നിലവാരം. അടുത്ത ക്വസ്റ്റ്യൻ നഗരങ്ങളിലെ ശിശുവിദ്യാലയങ്ങളിൽ സാധാരണ കാണുന്ന ബുദ്ധിമുട്ടാണ് ഡാഷ്. നഗരങ്ങളിലെ ശിശുവിദ്യാലയത്തിൽ സാധാരണ കാണുന്ന ബുദ്ധിമുട്ടാണ് തുറസായ സ്ഥലത്തിന്റെ പരിമിതി. ഏതാണ്? തുറസായ സ്ഥലത്തിന്റെ പരിമിതി. അടുത്ത ക്വസ്റ്റ്യൻ ശിശുവിദ്യാലയത്തിലെ ക്ലാസ് മുറിക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന സ്ഥല വിസ്തൃതി. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ശിശുവിദ്യാലയത്തിലെ ക്ലാസ് മുറിക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന സ്ഥല വിസ്തൃതി 20x18 ചതുരശ്ര മീറ്റർ. ഏതാണ്? 20x18 ചതുരശ്ര മീറ്റർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.